തിരമാലകൾക്ക് പറയാനുള്ളത് എപ്പോഴും കരയുടെ കഥകളാണ്. പോരാട്ടത്തിൻ്റെ, അതിജീവനത്തിൻ്റെ, മാറ്റത്തിൻ്റെ കഥകൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അന്ധവിശ്വാസങ്ങളുടെയും ജാതി വ്യവസ്ഥയുടെയും ഇരുട്ടിൽ കിടന്ന കേരളീയ സമൂഹത്തിലേക്ക് അറിവിൻ്റെയും വിപ്ലവത്തിൻ്റെയും വെളിച്ചം വീശിയ ഒരു മഹാപ്രതിഭ. സംസ്കൃത ആംഗലേയ ഭാഷാ പണ്ഡിതൻ, സാഹിത്യനായകൻ, സാമൂഹിക പരിഷ്കർത്താവ്, ഭിഷഗ്വരൻ, പത്രാധിപർ, കവി, സാഹിത്യ നിരൂപകൻ, സംഘാടകൻ, നവോത്ഥാന നായകൻ ഡോക്ടർ വി വേലുക്കുട്ടി അരയൻ. പ്രശസ്ത വൈദ്യനായിരുന്ന അരയൻ ആണ്ടിവളാകത്തെ വേലായുധന്റെയും ചെറിയഴീക്കൽ തെക്കേപ്പുറത്ത് വെളുത്ത കുഞ്ഞമ്മയുടെയും മകനായി 1894 മാർച്ച് 11 കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലുള്ള ആലപ്പാട് ഗ്രാമത്തിലാണ് വേലുക്കുട്ടി അരയൻ ജനിച്ചത്. ഓച്ചിറ പ്രയാർ കളരിവാതിൽക്കൽ നമ്പൂതിരി കുടുംബത്തിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. സംസ്കൃതം, ഇംഗ്ലീഷ് ഭാഷകൾ അഭ്യസിച്ച ശേഷം 12-ാം വയസ്സിൽ അന്നത്തെ ഏറ്റവും പ്രശസ്തമായ ആയുർവേദ ഗുരുകുലമായ ചാവർക്കോട്ട് വൈദ്യപഠനം ആരംഭിച്ചു. കൂടാതെ പരവൂർ കേശവനാശാന്റെ ഗുരുകുലത്തിൽ ചേർന്ന് തർക്കശാസ്ത്രം, അലങ്കാരശാസ്ത്രം, ന്യായം, സംസ്കൃതവും ആഴത്തിൽ പഠിച്ചു. 1918 മദ്രാസിൽ നിന്നും അലോപ്പതിയും 1924 കൊൽക്കത്തയിൽ നിന്ന് 1-ാം റാങ്കോടെ നേടിയ ഹോമിയോപ്പതി ബിരുദവും അദ്ദേഹത്തെ അക്കാലത്തെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഭിഷഗ്വരനാക്കി. പക്ഷേ അദ്ദേഹം ചികിത്സിച്ചത് മനുഷ്യ ശരീരങ്ങളെ മാത്രമല്ല, രോഗാതുരമായ ഒരു സമൂഹത്തെ കൂടിയായിരുന്നു. 14-ാം വയസ്സ് 1908 കുട്ടികൾ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ അദ്ദേഹം ചെറിയഴീക്കലിൽ വിജ്ഞാന സന്ദായിനി എന്ന വായനശാല സ്ഥാപിച്ചു. അറിവാണ് ഏറ്റവും വലിയ ആയുധമെന്ന് ആ ബാലൻ തിരിച്ചറിഞ്ഞിരുന്നു. തിരുവിതാംകൂർ അംഗീകരിച്ച 6ാമത്തെ വായനശാലയായിരുന്നു അത്. പിന്നീട് 1916 അരയ വംശപരിപാലന യോഗം രൂപീകരിച്ചുകൊണ്ട് അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ചു. നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ നമുക്കൊരു സംഘടന വേണം. അതിനായി ഇന്നിവിടെ വെച്ച് നമ്മൾ അരയ വംശ പരിപാലന യോഗം രൂപീകരിക്കുകയാണ്. കേവലം ഒരു സമുദായ നേതാവ് എന്നതിലുപരി അയിത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം. 1917 അദ്ദേഹം തുടങ്ങിയ അരയൻ എന്ന പത്രം പൊതുവെ കേരള സമൂഹത്തിന്റെയും വിശിഷ്യ അരയ സമുദായത്തിന്റെയും ഒരു ജിഹ്വായി നിലകൊണ്ടു. ഈ സമയത്ത് മാതൃഭൂമിയും സഹോദരൻ അയ്യപ്പന്റെ സഹോദരൻ പത്രവും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് ഓർക്കണം. തിരുവിതാംകൂർ മഹാരാജാസ് കോളേജിൽ നടന്ന വിദ്യാർത്ഥി സമരത്തെ അമർച്ച ചെയ്യാനുള്ള ശ്രമത്തിൽ പ്രതിഷേധിച്ചെഴുതിയ വിദ്യാർത്ഥികൾക്ക് ഒരു അനുസ്മരണം എന്ന മുഖപ്രസംഗത്തെ തുടർന്ന് 1921 അരയൻ പത്രം കണ്ടുകെട്ടി. ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യാനിരുന്നുവെങ്കിലും അത് ഇക്കാരണത്താൽ ഒഴിവാക്കപ്പെട്ടു. 1938 വീണ്ടും ദിവാൻ ഭരണത്തെ ചോദ്യം ചെയ്തു എന്ന പേരിൽ പ്രസ് കണ്ടുകെട്ടുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവർണ ജനവിഭാഗങ്ങളെ അനീതിക്കെതിരെ നിലകൊള്ളാൻ പ്രേരിപ്പിച്ച കാവുകളിൽ പോകരുത് എന്ന ലഘുലേഖ അരയൻ പത്രത്തിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. മറ്റു പത്രങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കാൻ മടി കാണിച്ചിരുന്നു. അതുപോലെ അന്നത്തെ ബോംബെ ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം അഹമ്മദാബാദിൽ വെച്ച് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചു അരയൻ പത്രം എഡിറ്റോറിയൽ എഴുതി. അരയൻ മാത്രമല്ല, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് അരയ സ്ത്രീജന മാസിക, ആക്ഷേപഹാസ്യത്തിനായി ചിരി, കലയ്ക്കും സിനിമയ്ക്കും വേണ്ടി കലാകേരളം, ഫിലിം ഫാൻ, കൂടാതെ ധർമ്മപോഷിണി, രാജ്യാഭിമാനി, ഫിഷറീസ് മാഗസീൻ, അങ്ങനെ എത്രയെത്ര പ്രസിദ്ധീകരണങ്ങൾ. പത്രങ്ങളെയും മാസികകളെയും കേവലം വായനയ്ക്കുള്ള ഉപാധികളായല്ല, മറിച്ച് മാറ്റത്തിനുള്ള ആയുധങ്ങളായാണ് അദ്ദേഹം കണ്ടത്. അക്കാലത്തു ഇടവം, മിഥുനം, കർക്കിടക മാസത്തിൽ തീരപ്രദേശങ്ങളിൽ കൊടും പട്ടിണിയായിരുന്നു. 1966 ഫിഷറീസ് മാഗസീനിലൂടെ എഡിറ്റോറിയൽ എഴുതി. ഇത് പിന്നീട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് അതിരുകളില്ലായിരുന്നു. 1919 സമസ്ത കേരളീയ അരയ മഹാജനയോഗം നിലവിൽ വന്നു. അത് സംഘടിപ്പിക്കാനും അരയ ജനതയെ ഒത്തൊരുമിപ്പിക്കാനും കേരളത്തിന്റെ തെക്കേ അറ്റത്തെ തീരമേഖല മുതൽ വടക്കേ അറ്റം വരെ കാൽനടയായും മറ്റും അദ്ദേഹം സഞ്ചരിച്ചു. 1920 കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായ തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭയ്ക്ക് നേതൃത്വം നൽകാൻ മുന്നിൽ നിന്നു. അരയ സർവീസ് സൊസൈറ്റി, അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം, തിരുവിതാംകൂർ മിനറൽ തൊഴിലാളി യൂണിയൻ, തുറമുഖ തൊഴിലാളി യൂണിയൻ തുടങ്ങി ഒട്ടനവധി സംഘടനകളും പ്രസ്ഥാനങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു.
മലയാള സാഹിത്യത്തിൽ ഒരു കൊടുങ്കാറ്റുയർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. തകഴിയുടെ വിഖ്യാത നോവലായ ചെമ്മീൻ പുറത്തിറങ്ങിയപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായ വിമർശനം ഉന്നയിച്ചത് വേലുക്കുട്ടി അരയനായിരുന്നു. ചെമ്മീൻ അരയ സമുദായത്തിന്റെ യഥാർത്ഥ ജീവിതത്തെ വളച്ചൊടിക്കുന്നുവെന്നും കറുത്തമ്മയുടെ കഥയിലൂടെ അന്ധവിശ്വാസങ്ങളെ മഹത്വവൽക്കരിക്കുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. യഥാർത്ഥ തൊഴിലാളി ജീവിതമല്ല, മറിച്ച് സമുദായത്തെ അപമാനിക്കുന്ന വെറും പ്രണയകഥയാണിതെന്ന് അദ്ദേഹം വാദിച്ചു. ഈ വിമർശനങ്ങൾ ഉൾക്കൊള്ളിച്ച ചെമ്മീൻ ഒരു നിരൂപണം എന്ന കൃതി ഇന്നും സാഹിത്യ വിദ്യാർത്ഥികൾക്കൊരു പാഠപുസ്തകമാണ്. സാംസ്കാരിക നായകൻ എന്നതിലുപരി തൊഴിലാളികളുടെ വിയർപ്പിന്റെ വിലയറിഞ്ഞ നേതാവായിരുന്നു അദ്ദേഹം. ചവറയിലെ കരിമണൽ തൊഴിലാളികൾക്കായി തിരുവിതാംകൂർ മിനറൽ വർക്കേഴ്സ് യൂണിയൻ, ജലഗതാഗത മേഖലയിൽ അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം, തുറമുഖത്ത് പോർട്ട് വർക്കേഴ്സ് യൂണിയൻ, കേരളത്തിലെ ആദ്യകാല ട്രേഡ് യൂണിയനുകൾ പലതും അദ്ദേഹത്തിന്റെ സൃഷ്ടിയായിരുന്നു. തൊഴിലാളികൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ മാത്രമല്ല, സ്വന്തം കാലിൽ നിൽക്കാനും അദ്ദേഹം പഠിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സ്വാശ്രയത്വം നൽകാൻ സീ കോസ്റ്റ് ഫിഷറീസ് ട്രാവൻകൂർ ലിമിറ്റഡ് എന്ന കമ്പനി അദ്ദേഹം സ്ഥാപിച്ചു. ഉൾനാടൻ മത്സ്യബന്ധന വികസനത്തിനായി അദ്ദേഹം സമർപ്പിച്ച ഇൻലാൻഡ് ഫിഷറീസ് സ്കീം അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന് തെളിവാണ്. 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭയിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം പിന്നീട് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായി. തുടർന്ന് 1924 SNDP യോഗം സംഘടിപ്പിച്ച തിരുവിതാംകൂർ അവർണ മഹാസഭയുടെ ജനറൽ സെക്രട്ടറി, 29 സമസ്ത കേരളം സാഹിത്യ പരിഷത്തിന്റെ സ്വാഗത സംഘം മെമ്പർ. 1935 അദ്ദേഹം ചെറിയഴീക്കലിൽ ഒരു മിഡിൽ സ്കൂൾ സ്ഥാപിക്കുകയും ആ സ്കൂൾ സർക്കാരിന് വിട്ടുകൊടുക്കുന്നതുവരെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്തു. സ്കൂൾ കമ്മിറ്റി പ്രസിഡന്റായി കുറ്റിയിടത്തു ശ്രീ നാണു അരയനും മാനേജർ പനമൂട്ടിൽ ശ്രീ ഗോവിന്ദൻ അരയനുമായിരുന്നു. 24 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശാസ്താംകോട്ട ശുദ്ധജലം തീരത്തേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതി റീജന്റ് മഹാറാണിക്ക് സമർപ്പിച്ചു. 45 ഫിഷറീസ് ഉപദേശക സമിതിയിലും ടെക്സ്റ്റൈൽസ് ഉപദേശക സമിതിയിലും അംഗമായി. 1948 ഫിഷറീസ് മാഗസിൻ ആരംഭിച്ചു. 50 ലാൻഡ് റിക്ലമേഷൻ പ്രൊജക്ട് സർക്കാരിന് സമർപ്പിച്ചു. 53 സമാധാനം മാസിക, തീരദേശം വാരിക, കലാകേരളം മാസിക എന്നിവയുടെ പത്രാധിപരായി. 54 പിന്നോക്ക സമുദായോദ്ധാരണ കമ്മിറ്റി അംഗം. 56 OBC ഫെഡറേഷൻ പ്രസിഡന്റ്. 57 കേരളം ഗവൺമെന്റ് ഐത്തോച്ചാടന കമ്മിറ്റി അംഗം. 61 കേരളം ഹിന്ദി മിഷൻ ഡയറക്ടർ എന്നീ നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ചുരുക്കത്തിൽ തന്റെ വൈദ്യശാസ്ത്ര പാണ്ഡിത്യത്തിനൊപ്പം തന്നെ ശക്തമായ ഭാഷാജ്ഞാനവും അദ്ദേഹം കൈമുതലായി കൊണ്ടു നടന്നു. ഒരു കൈയിൽ സ്റ്റെത്തസ്കോപ്പും മറുകൈയിൽ തൂലികയുമായി അദ്ദേഹം നടത്തിയ പോരാട്ടം കേരളീയ നവോത്ഥാനത്തിന് നൽകിയ ഊർജം ചെറുതല്ല. ഡോക്ടർ വേലുക്കുട്ടി അരയന്റെ എഴുത്തു ജീവിതം കേവലം സാഹിത്യരചന മാത്രമായിരുന്നില്ല, അത് സാമൂഹിക വിപ്ലവത്തിനുള്ള ഒരു ആയുധം കൂടിയായിരുന്നു. കവിത, നോവൽ, നാടകം, സാഹിത്യ നിരൂപണം, പത്രപ്രവർത്തനം, ശാസ്ത്രലേഖനങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം വ്യാപിച്ചു. ലഘുകഥാ കൗമുദി, ഭാഗ്യപരീക്ഷകൾ, മത്സ്യവും മതവും, അരയജനയോഗം എന്നീ ഗദ്യങ്ങളും, കിരാതാർജുനീയം, ഓണം ഡേ, ദീനയായ ദമയന്തി, പദ്യകുസുമാഞ്ജലി, ശ്രീ ചൈത്രബുദ്ധൻ, അച്ഛനും കുട്ടിയാനും, സത്യഗീത, മാതങ്കി, ക്ലൗദിയ, ചിരിപ്പിക്കുന്ന കവിതകൾ, ചിന്തിപ്പിക്കുന്ന കവിതകൾ എന്നീ പദ്യങ്ങളും, മാധവി, ശാകുന്തളം തർജ്ജമ, തകഴിയുടെ ചെമ്മീൻ എന്നീ നിരൂപണങ്ങളും, ബലേഭേഷ്, ആൽമാറാട്ടം, നന്ദകുമാരൻ, ഇരുട്ടടി എന്നീ നാടകങ്ങളും, രസലക്ഷണ സമുച്ചയം എന്ന രാസവിചാരവും, വാസവദത്താനിർവാണം എന്ന ആട്ടക്കഥയും അദ്ദേഹം രചിച്ചു. ത്രിവിക്രമൻ, വജ്രസൂചി, ആലപ്പാടൻ, ചക്കുശ്രവണൻ, ആലപ്പാട്ടുബാലൻ എന്നീ തൂലികാനാമത്തിലും അദ്ദേഹം അറിയപ്പെട്ടു. 1948 പൊതു തെരഞ്ഞെടുപ്പിൽ അരയൻ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായി കരുനാഗപ്പള്ളിയിൽ മത്സരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധനമുള്ള അക്കാലത്ത് അദ്ദേഹം നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് ഇത്രയും വോട്ട് കിട്ടുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ വേലുക്കുട്ടി അരയന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനവും വലിയ വിശേഷമായി മാറി. 1969 മെയ് 31 ആ കർമ്മധീരൻ ചരിത്രത്തിലേക്ക് വിടവാങ്ങി. പക്ഷേ അദ്ദേഹം കൊളുത്തിയ ദീപം ഇന്നും കെടാതെ നിൽക്കുന്നു. കടലിന്റെ മക്കൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഉശിരുള്ളൊരു ജീവിതം സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഡോക്ടർ വേലുക്കുട്ടി അരയൻ കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരൊറ്റ നക്ഷത്രമായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു.